അപ്പോൾ ഇന്ന് പാമ്പേഴ്സ് എങ്ങനെ കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. കുഞ്ഞു പിള്ളേരുള്ളിടത്ത് നമ്മൾ പാമ്പേഴ്സ് ഉപയോഗിക്കാറുണ്ട്. പാമ്പേഴ്സ് അല്ലെങ്കിൽ ഡൈപ്പേഴ്സ്, പലതരത്തിലുള്ള ഡൈപ്പേഴ്സ് അവൈലബിളാണ്. അത് മഴയൊക്കെ ഉള്ളപ്പോഴായാലും അല്ലെങ്കിൽ പണ്ടത്തെ പോലെ അല്ലല്ലോ, മഴയൊക്കെ ഉള്ളപ്പോൾ ഡൈപ്പേഴ്സ് ആണെങ്കിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്. മറ്റേ കൊച്ചു പിള്ളേരുടെ തുണി കഴുകി ഉണക്കി കിട്ടാനൊക്കെ ഉണങ്ങി എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാമ്പേഴ്സ് ഉള്ളപ്പോൾ കാര്യങ്ങൾ എളുപ്പമാണ്. അത് എളുപ്പമാണെന്നുള്ളത് പോലെ തന്നെ അത് ഡിസ്പോസ് ചെയ്യാൻ അത്ര കണ്ട് തന്നെ ബുദ്ധിമുട്ടുമാണ്. അത് മണ്ണിലൊക്കെ നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ വെള്ളം കയറി വീർത്ത് അത് നശിച്ചു പോകാതെ, ഡീകമ്പോസ് ആകാതെ മണ്ണിൽ തന്നെ ജീർണിക്കാതെ കിടക്കും. അത് പ്രകൃതിക്കും ദോഷമാണ്, നമുക്ക് നമ്മുടെ പരിസരവും മലിനമാകത്തതേ ഉള്ളൂ. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യേണ്ട ഒരു മാർഗ്ഗമുണ്ട്. അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒരാഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ചയോ കൂടി വെച്ച് പാമ്പേഴ്സ് നല്ലതുപോലെ വെച്ചിരുന്നത് ഒന്നുകിൽ അത് വീർപ്പിച്ച് വെള്ളത്തിലിട്ട് കുതിർത്ത് എടുക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ അല്ലാതായാലും കുഴപ്പമില്ല. പാമ്പേഴ്സിൻ്റെ സൈഡൊന്ന് പൊട്ടിച്ചിട്ട് അത് ബക്കറ്റിലോട്ട് കളക്ട് ചെയ്യണം. ബക്കറ്റിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ടബിലോട്ടോ കളക്ട് ചെയ്തിട്ട് അതിനകത്തൊരു ജെല്ല് പോലൊരു സാധനമുണ്ട്. ആ ജെല്ലാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ആ ജെല്ല് ഡ്രൈ ആയിട്ട് കളക്ട് ചെയ്യുന്നതിനേക്കാളും വെറ്റായിട്ട് കളക്ട് ചെയ്യുന്നതായിരിക്കും ചിലർക്ക് എളുപ്പം. അത് ഓരോരുത്തരുടെ രീതി. സൈഡ് പൊട്ടിച്ച് കൊടുത്തിട്ട് മൊത്തം ഈ കാണുന്നത് പോലെ ഒരു ടബിലോ അല്ലെങ്കിൽ ബക്കറ്റോ കളക്ട് ചെയ്യുക. അപ്പം ബാക്കിയുള്ള ഭാഗം നമ്മൾ വെയിലത്ത് തന്നിട്ട് ഒന്നുകൂടെ ഡ്രൈ ആക്കിയിട്ട് നമുക്ക് കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മേടിക്കാൻ വരുന്ന അവർക്ക് കൊടുക്കുകയോ ചെയ്യാം. ഡൈപ്പേഴ്സ് ഡിസ്പോസ് ചെയ്യാനുള്ള പ്രക്രിയകൾ ചെയ്യുമ്പോൾ മാസ്കും ഗ്ലൗസും നിർബന്ധമായും ധരിക്കണം. പണ്ടൊക്കെയെന്ന് വെച്ചാൽ തുണിയായിരുന്നു ഉപയോഗിക്കുന്നത്. തുണി ഉപയോഗിക്കുമ്പം കഴുകി ഉണക്കി നല്ല വെയിൽ വേണം. അതുപോലെ തന്നെ അല്ലെങ്കിൽ തേച്ച് ഉണക്കണം. ഡൈപ്പേഴ്സ് ഒരിക്കലും നമുക്ക് ടോയ്ലറ്റിൽ ഫ്ലഷ് ചെയ്ത് കളയാൻ പറ്റത്തില്ല. കാരണം ഫ്ലഷ് ചെയ്താൽ അത് ബ്ലോക്ക് ആകത്തേ ഉള്ളൂ, ശരിക്കും അത് പോകത്തില്ല. ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ എത്ര വർഷമായാലും അത് ജീർണിക്കാതെ വീർത്ത് തന്നെ കിടക്കും. അപ്പോൾ ജെല്ല് മാറ്റിക്കഴിഞ്ഞുള്ളത് നമുക്കിങ്ങനെ ഉണക്കിയിട്ട് ബാസ്ക്കറ്റിൽ അല്ലെങ്കിൽ ഒരു കവറിനകത്തിൽ കളക്ട് ചെയ്ത് വെച്ചേക്കാം. അത് വെച്ചിരുന്നിട്ട് നല്ലതുപോലെ കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ നേരത്തെ അത് പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാൻ വരുന്നവർക്ക് കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്നിട്ട് ഈ ജെല്ല് ബക്കറ്റിൽ കളക്ട് ചെയ്ത ജെല്ല് നിറച്ച് ഉപ്പ്, ഞങ്ങൾ 1 പാക്കറ്റോളം ഉപ്പിട്ടായിരുന്നു. ഉപ്പിട്ടിട്ടും അത് കുറേ സമയമെടുത്ത് ഡൈല്യൂട്ടായി വരാൻ. പിന്നെ നിറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒരു 5-6-7 മണിക്കൂർ എടുത്ത് ഡൈല്യൂട്ടായി വരാൻ. ഡൈല്യൂട്ടായി വന്നത് ഇതുപോലെ മണ്ണിലോട്ട് കമത്തി ഒഴിച്ച് കളഞ്ഞേച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.